Hey all, welcome to Rise Up Daily Answer Writing Club. Today is day 11 of our daily answer writing. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ ക്രിയേറ്റ്സ് എ വിഷ്യസ് സൈക്കിൾ adversely affecting human capital formation. What steps can be taken to break the cycle? സോ ഇന്നലത്തെ പോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ദെൻ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യുക? ഇന്നലത്തെ പോലെ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യാതെ എന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിനെ അത്യാവശ്യം നന്നായിട്ട് വിത്ത് ഫാക്ട്സ് ഫിഗേഴ്സ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ആ ഒരു മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, സ്റ്റെപ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ടു ബ്രേക്ക് ദ സൈക്കിൾ, അതാണ് ഇതിൻ്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ കൂടുതൽ പോയിൻറ്റ്സ് വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യണം. ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം? ഒന്നെങ്കിൽ ഈ ഒരു കോർ പോയിൻറ്റ്സ്, അതായത് പോവർട്ടിയും മാൽന്യൂട്രീഷനും എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് ഇൻട്രോ ചെയ്യാം. അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞ് ഇൻട്രോ കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ഡെഫിനീഷൻ, UN-ൻ്റെ ഒക്കെ ഡെഫിനീഷൻ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണക്ഷൻ എന്തെങ്കിലും സ്റ്റഡി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടും പറയാം. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഇൻട്രോസ് കൊടുക്കാം. സോ ഇൻട്രോ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇൻട്രോ കൊടുത്തിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യണം. പ്ലസ് ആഫ്റ്റർ ദാറ്റ് സ്റ്റെപ്സ് ടേക്കൺ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വാട്ടെവർ ഇറ്റ് ഈസ്, ഈ ഒരു വിഷ്യസ് സൈക്കിള് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസറിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞാൻ കൊടുത്തിട്ടുള്ള ഇൻട്രോ എന്താണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു വേൾഡ് ബാങ്ക് 2022 ആൻഡ് UNICEF 2023, across developing countries 689 million people live in extreme poverty, while 149 million children suffer stunting, a devastating overlapping that cripples the human capital formation. ഡെവലപ്പിംഗ് കൺട്രീസിൽ പോവർട്ടിയും മാൽന്യൂട്രീഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റഡിയാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പോവർട്ടിയും ആ ഒരു കണക്ഷൻ പറഞ്ഞിട്ട് കൊടുക്കാം. ലൈക്ക് പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ ഫോംസ് എ വിഷ്യസ് സൈക്കിൾ ബൈ ഇമ്പയറിംഗ് ഫിസിക്കൽ and cognitive development, reducing productivity, perpetuating intergenerational poverty. Breaking this cycle requires a multi-pronged approach. ഒരു കുറച്ചും കൂടെ ഒക്കെ ആ ഒരു സംഭവം കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ, അതായത് പോവർട്ടി ദെൻ മാൽന്യൂട്രീഷൻ എങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ കണക്ട് ചെയ്യുന്നു, ഇമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ റാങ്ക് 111 ആണ്. റിഫ്ലെക്റ്റിംഗ് സിവിയർ മാൽന്യൂട്രീഷൻ ആൻഡ് പോവർട്ടി. ബ്രിഡ്ജിങ് ദിസ് ഗ്യാപ്പ് ഡിമാൻഡ്സ് അർജൻറ്റ് നീഡ്സ് ത്രൂ ICDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വേജ് സെക്യൂരിറ്റി പോലെ. അതേപോലെ നിതി ആയോഗിൻ്റെ ഒരു സ്റ്റഡി കൂടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻ ഇന്ത്യ വാസ് അപ്രോക്സിമേറ്റ്ലി 11.28 in 2022-23. Further, as per National Family Health Survey 5, 35.5% of children under 5 are stunted and 32.1 are underweight. ഈ ഒരു മാൽന്യൂട്രീഷൻ്റെ ഒരു സ്റ്റാറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട്, പോവർട്ടിയുടെ സ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്, ഹങ്കറിൻ്റെ സ്റ്റാറ്റും. സോ ഈ സ്റ്റാറ്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റിൽ ആൻസർ ചെയ്തുമ്പോൾ കൊടുക്കാം. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ വിഷ്യസ് സൈക്കിൾ കാണിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിക്കാം. ഓക്കെ, പോവർട്ടി എന്ത് ചെയ്യും, മാൽന്യൂട്രീഷൻ ഉണ്ടാക്കും. മാൽന്യൂട്രീഷൻ എന്ത് ചെയ്യും, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഇത് നമുക്കല്ല ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ കുറയ്ക്കും. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, വീണ്ടും ലീഡ് ടു പോവർട്ടി, മാൽന്യൂട്രീഷൻ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് വലുതാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ പോവർട്ടി ഉണ്ടാവും. അപ്പോൾ ഇൻകം ആൻഡ് സേവിങ്സ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഇൻകം കുറയുമ്പോൾ അവർക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടാവുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ എന്ത് പറ്റും, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ കുറയും. അത് വീണ്ടും
പോവേർട്ടിയിലേക്ക് പോവും. ഇങ്ങനെ വേണമെങ്കിൽ ഒരു എന്തു പറയാം, ഒരു വിഷ്യസ് സൈക്കിൾ കൊടുക്കാം. പോവേർട്ടി ലീഡ്സ് ടു ലെസ് ഇൻകം ആവുമ്പോൾ മാൽന്യൂട്രീഷൻ ഉണ്ടാവും. ഇതെന്ത് പറ്റും? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കുറക്കും. ഇതെന്ത് പറ്റും? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ കുറക്കും. ദെൻ വീണ്ടും പോവർട്ടി. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, എന്താണ്? പോവർട്ടി ലിമിറ്റ്സ് ആക്സസ് ന്യൂട്രീഷൻ ഫുഡ് കോസിങ് മാൽന്യൂട്രീഷൻ, വീക്കൻസ് ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ്, റെഡ്യൂസസ് പ്രൊഡക്ടിവിറ്റി, ട്രാപ്സ് ഫ്യൂച്ചർ ജനറേഷൻ ഇൻ പോവർട്ടി. ഇവിടെ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും കൂടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യാം. വേസ് ഇൻ വിച്ച് വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ ഇമ്പാക്ട്സ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മാക്സിമം നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എന്നുള്ള ഹെഡിങ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്? കൊഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ആണ്. മാൽന്യൂട്രീഷൻ എന്ത് ചെയ്യും? ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ, ലേണിംഗ് കപ്പാസിറ്റീനെയൊക്കെ കുറക്കും. ദെൻ ലോ എഡ്യൂക്കേഷൻ അറ്റൈൻമെൻറ്റ്, പുവർ ഹെൽത്ത് ആൻഡ് ഹങ്കർ, സ്കൂൾ ഡ്രോപ്പ് ഔട്ടും കാര്യങ്ങളും കൂട്ടും. ഓക്കെ, സ്കിൽഡ് അക്വിസിഷനും ഒക്കെ കുറയ്ക്കും. അപ്പോൾ എന്ത് പറ്റും? എഡ്യൂക്കേഷൻ കുറയും, സ്കില്ലിങ് കുറയും. നമ്മുടെ മിഡ് ഡേ മീൽ സ്കിൽ വന്ന ശേഷമൊക്കെ ഈ ഡ്രോപ്പ് ഔട്ട്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുവഴി എംപ്ലോയബിലിറ്റി കൂടുന്ന സ്റ്റഡീസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദെൻ ഹൈ ഹെൽത്ത് കെയർ ബർഡൻ, പോവർട്ടി അല്ലെങ്കിൽ നമ്മുടെ മാൽന്യൂട്രീഷൻ ഉണ്ടാകുമ്പോൾ ഫ്രീക്വൻറ്റ് ഇൽനെസ് ഉണ്ടാവും. അപ്പോൾ പുവർ ന്യൂട്രീഷൻ വരും. അവിടെയും വീണ്ടും ഇവരുടെ ഇൻകം കുറയാണ്, ഡിസ്പോസിബിൾ ഇൻകം കുറയാണ്. അതുകൊണ്ട് വീണ്ടും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും എഡ്യൂക്കേഷനുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കുറയും. ദെൻ റെഡ്യൂസ് ഫിസിക്കൽ കപ്പാസിറ്റി, നമ്മുടെ ഫിസിക്കൽ വീക്ക്നെസ്, അനീമിയ പോലത്തെ സംഭവങ്ങൾ പോവർട്ടി മാൽന്യൂട്രീഷൻ കാരണം ഉണ്ടാവും. ദെൻ ഇൻ്റർ ജനറേഷണൽ ട്രാൻസ്മിഷൻ, മാൽന്യൂട്രീഷൻ്റെ മദേഴ്സ് അണ്ടർ വെയ്റ്റ് ചിൽഡ്രന് ബർത്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഇവിടെ എന്താണ്? മറ്റൊരു വിഷ്യസ് സൈക്കിളാണ്. മാൽന്യൂട്രീഷൻ്റെ മദർ, ദെൻ ബർത്ത് ടു അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ. ഈ അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ വീണ്ടും പിന്നെ എന്താ ചെയ്യുന്നത്? വീണ്ടും ഒരു മാൽന്യൂട്രീഷൻ്റെ മദറാവും. ഇവർ വീണ്ടും അണ്ടർ നൗറിഷ്ഡ് ചിൽഡ്രന് ബർത്ത് കൊടുക്കും. അവിടെയും വീണ്ടും എന്താണ്? അവർക്ക് ലോ ക്യാപിറ്റൽ ഫോർമേഷൻ, അവർക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ലേണിംഗ് സ്കിൽസൊക്കെ കുറയും. കാരണം അവർക്ക് വേണ്ട അത്ര ന്യൂട്രിയൻസും വൈറ്റമിൻസും കിട്ടുന്നില്ല. ഓക്കെ, അവരുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കും. ഇനിയാണ് ക്വസ്റ്റ്യൻ്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കോർ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് വാട്ട് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു ബ്രേക്ക് ദ സൈക്കിൾ. അപ്പോൾ ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ന്യൂട്രീഷൻ സ്പെസിഫിക് ഇൻ്റർവെൻഷൻസ് ലൈക്ക് സ്ട്രെങ്തനിങ്, നമ്മളെ പോഷൻ അഭിയാൻ, ICDS സ്കീംസ്, PDS, അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് ഫുഡ്സ് PDS വഴി കൊടുക്കുക. അയോഡൈസ്ഡ് സാൾട്ടിൻ്റെ ഒക്കെ അവൈലബിലിറ്റി കൂട്ടുക. ദെൻ സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ്, ആളുകൾക്ക് ഇൻകം പ്രൊട്ടക്ഷൻസ് കൊടുക്കുക ത്രൂ MGNREGA, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ് വഴി. ദെൻ ഹെൽത്ത് കെയർ ആക്സസ്, ആയുഷ്മാൻ ഭാരത് പോലെയുള്ള സ്കീംസ് വഴി യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ത്രൂ സ്കൂൾസ് ആൻഡ് അംഗൻവാടീസ്. പിന്നെ സ്കൂൾസിലും അംഗൻവാടീസും മിഡ് ഡേ മീൽ പോലെയുള്ള സംഭവങ്ങൾ വഴി ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക ഫോർ ദയർ കോഗ്നിറ്റീവ് ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ദെൻ വിമൻ എംപവർമെൻറ്റ്, ആരോഗ്യമുള്ളൊരു അമ്മയ്ക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ബർത്ത് കൊടുക്കാൻ പറ്റും, ജന്മം നൽകാൻ കഴിയും. സോ വിമൻ എംപവർമെൻറ്റ് വഴി നമുക്ക് ആരോഗ്യമുള്ള അമ്മമാരെ ക്രിയേറ്റ് ചെയ്യാം. സോ കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ക്യാൻ ഡിലേ ഏർലി മാരേജസ്. അപ്പോൾ നമുക്ക് ഈ ഏർലി മാരേജസും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും. അവരുടെ എഡ്യൂക്കേഷനൊക്കെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം വഴിയൊക്കെ വിമൻ്റെ എഡ്യൂക്കേഷൻ കൂട്ടുക. സോ എഡ്യൂക്കേറ്റഡ് സ്റ്റഡീസ് ലൈക്ക് എഡ്യൂക്കേറ്റഡ് മദേഴ്സിൻ്റെ കുട്ടികൾക്ക് ഈ അണ്ടർ നറിഷ്മെൻറ്റ് കുറവായിരിക്കും. കാരണം എന്താ? ദേ വിൽ ബി അവെയർ ദാറ്റ് വാട്ട് ഈസ് ഗുഡ് ഫോർ ദയർ ചൈൽഡ്. സോ അപ്പോൾ അങ്ങനത്തെ
വുമണിനെ എന്ത് ചെയ്യുക, എംപവർ ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അണ്ടർ നറിഷ്മെൻറ്റ് ഇഷ്യൂസ് കുറേയൊക്കെ സോൾവ് ചെയ്യാം. ദെൻ അഗ്രികൾച്ചറൽ റിഫോംസ് പ്രൊമോട്ടിങ് ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ് ലൈക്ക് അയൺ റിച്ച് മില്ലറ്റ്സ്, ഫോർട്ടിഫൈഡ് റൈസ്, അതുപോലത്തെ സംഭവങ്ങൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോവർട്ടി അണ്ടർ നറിഷ്മെൻറ്റും കുറച്ചിട്ട് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ കൂട്ടുക. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ത്രൂ സ്കില്ലിംഗ് പോലത്തെ കാര്യങ്ങൾ വഴിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ദെൻ നമുക്ക് കൺക്ലൂഷൻ, ബ്രേക്കിംഗ് ദിസ് സൈക്കിൾ ഡിമാൻഡ്സ് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം, എക്കണോമിക് എംപവർമെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ റിഫോം ഫോർ സസ്റ്റൈനബിൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്. ഒരു സമ്മറൈസിങ് കൺക്ലൂഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്തു, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്തു, ദെൻ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തു, പിന്നെ നമ്മളിവിടെ പറഞ്ഞുള്ള ആ വിഷ്വൽ സൈക്കിളും കൊടുത്തു. ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നാളെ കാണാം. താങ്ക് യു ഓൾ.